ഏവർക്കും രാജ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ നിങ്ങൾക്ക് സാൽക്കോൺ എന്ന കമ്പനിയുടെ LA4440 IC ഉപയോഗിച്ചുള്ള ഒരു സ്റ്റീരിയോ ബോർഡിൻ്റെ വയർ കണക്ഷൻ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റീരിയോ ബോർഡാണ്. ഇതിന് രണ്ട് ചാനലാണ് വരുന്നത്. ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും സെപ്പറേറ്റ് IC ആണ് വരുന്നത്. അപ്പോൾ യെല്ലോ വയർ കാണുന്നതാണ് നമ്മൾ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. അതുപോലെ ഈ ഷീൽഡ് വയർ ഇത് വോളിയം കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറഞ്ഞാൽ 4440 LA4440 ഒറിജിനൽ IC ആണെന്നാണ് കമ്പനി പറയുന്നത്. ഇനി ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ള സപ്ലൈ വയർ. 12 വോൾട്ട് സപ്ലൈ വയർ, 12 വോൾട്ടാണ് ഇതിലേക്ക് സപ്ലൈ വേണ്ടത്. ചുവപ്പ് വയർ കാണുന്നത് പോസിറ്റീവും കറുപ്പ് കളർ കാണുന്നത് നെഗറ്റീവ് വയറുമാണ്. റെഡ് ഈസ് പോസിറ്റീവ്, ബ്ലാക്ക് ഈസ് നെഗറ്റീവ്. ഇതാണ് ബാസ് കൺട്രോളിലേക്കുള്ള വയർ. ഇത് അതുപോലെ തന്നെ ട്രിപ്പിൾ കൺട്രോളിലേക്കുള്ള വയറാണ്. ട്രിപ്പിൾ കൺട്രോളിലേക്കും ബാസ് കൺട്രോളിലേക്കും 3 വയർ വീതമാണ് വരുന്നത്. റിബൺ വയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 സെക്ഷനും അതേ മോഡൽ തന്നെയാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് ചാനലിന് സെപ്പറേറ്റ് BT ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന ഇൻപുട്ട് ബ്ലാക്ക് വയർ കാണുന്നിടത്താണ് നമുക്ക് റൈറ്റ് സൈഡിലെ ഇൻപുട്ടും, റെഡ് വയർ കാണുന്നിടത്ത് ലെഫ്റ്റ് സൈഡ് ഇൻപുട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻപുട്ട് സെക്ഷനിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന USB നിന്ന് വരുന്ന വയർ, നമ്മൾ എന്ത് ഓഡിയോ ആണ് ഇതിലേക്ക് സിഗ്നൽ കൊടുക്കുന്നത് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഇവിടെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. 2 പ്രീസെറ്റ് കാണുന്നത് ഗെയിനാണ്. നമുക്ക് ചാനലിൻ്റെ വോളിയം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള, ബാലൻസ് ചെയ്ത് വെക്കാനുള്ള ഒരു ഗെയിനാണ്. അതുപോലെ ഇതിൽ തന്നെ 5 വോൾട്ടിൻ്റെ റെഗുലേറ്ററൈസിയും അവർ ഇൻക്ലൂഡായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് USB ബോർഡിലേക്ക് ആവശ്യമായ 5 വോൾട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. USB ബോർഡിലേക്കുള്ള സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊളാരിറ്റി നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത USB ബോർഡ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ IC ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ USB-യിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് ശ്രദ്ധിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ വോളിയം കൺട്രോൾ എങ്ങനെയാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. വോളിയം കൺട്രോളിൽ 3 വയർ വരുന്നുണ്ട്. ഒരു ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, അതുപോലെ ഒരു ഗ്രൗണ്ട്. നമ്മളിപ്പോൾ ഷോൾഡർ ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട്, അതായത് നെഗറ്റീവായിട്ടാണ് ഗ്രൗണ്ട് വരുന്നത്. അത് നമ്മൾ വോളിയം കൺട്രോളിൻ്റെ നമ്മുടെ നോബ് നമ്മുടെ ഭാഗത്തേക്കാക്കി പിടിക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ആ ഷീൽഡ് വയർ ഷോൾഡർ ചെയ്യേണ്ടത്. അതുപോലെ ബ്ലാക്ക് വയർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് മീൻസ് നമ്മൾ IC-യിലേക്ക് കൊടുക്കുന്ന വയറാണ് ബ്ലാക്ക് വയർ. അതതിൻ്റെ സെൻറ്ററിലും സോൾഡർ ചെയ്യുക. ഇനി റെഡ് വയർ നമ്മൾ BT-യിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന വയറാണ് റെഡ് വയർ. അത് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും സോൾഡർ ചെയ്യുക. 2 ചാനലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ നോക്കി സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വയറുകൾ തമ്മിൽ ടച്ച് ആകാത്ത രീതിയിൽ സോൾഡർ ചെയ്യണം. വയറുകൾ തമ്മിൽ ടച്ച് ആയാൽ അതിൻ്റെ വർക്കിങ്ങിന് തന്നെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വയർ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് സോൾഡർ ചെയ്യുക. റെഡ് വയറാണ് BT-യിൽ നിന്ന് വരുന്ന വയർ, റെഡ് വയർ. അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ കൺട്രോളിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ ബ്ലാക്ക് വയർ IC-യിലേക്കുള്ള ഔട്ട്പുട്ട് അത് സെൻറ്റർ ലെഗിലും കണക്ട് ചെയ്യുക. പിന്നെ ഷീൽഡ് വയറിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൗണ്ട് വയർ ഉണ്ടാവും. ആ വയർ നമ്മൾ നെഗറ്റീവിലാണ് ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വോളിയം കൺട്രോളിൻ്റെ വലത് സൈഡിൽ കണക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് വോളിയം കൂട്ടുമ്പോൾ കൂടുന്ന തോതിലും കുറയ്ക്കുമ്പോൾ കുറയുന്ന തോതിലും കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുന്ന സ്ഥാനത്ത് വോളിയം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇൻപുട്ട് സെക്ഷനിലെ ഈ വയർ ഇവിടുന്ന് ഡിസോൾഡർ ചെയ്യുക.
എന്നിട്ട് നമ്മൾ USB-യിലേക്ക് കൊടുക്കാനുള്ള വയർ അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഈ വയറും സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വയറുകൾ തമ്മിൽ ടച്ച് ആവാതെ സോൾഡർ ചെയ്യുക. ടച്ചായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ സൗണ്ട് കിട്ടില്ല, ഒരു ചാനലിൻ്റെ സൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് വയർ സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ വയർ നമ്മൾ 5 വോൾട്ട് റെഗുലേറ്റർ ICയിൽ നിന്ന് വരുന്ന കണക്ഷനിലേക്ക് സോൾഡർ ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സോൾഡറിങ്ങിൽ ഷോർട്ട് ആവാൻ പാടില്ല. അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് നമ്മൾ USB ബോർഡിൻ്റെ ഏത് സൈഡിലാണ് പോസിറ്റീവ് വരുന്നത് അത് നോക്കി ഈ ബോർഡിലും സോൾഡർ ചെയ്യുക. അതിനുശേഷം ലേശം ഗമ്മിട്ട് കൂടെ ഫിക്സ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ പോകുന്നത് കൺട്രോൾ, ബാസ് കൺട്രോളിലേക്കുള്ള കണക്ഷനാണ്. നമ്മൾ കൺട്രോളിൽ സോൾഡർ ചെയ്യുമ്പോൾ അതിന് മുന്നേ നമ്മൾ കൺട്രോളിൻ്റെ ലെഗിലേക്ക് കുറച്ച് ലെഡ് സോൾഡർ ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്താൽ നമുക്ക് സോൾഡറിങ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ പിടിക്കുന്നതാണ്. ഈ വയർ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, അതിനുമുണ്ട് ലെഫ്റ്റും റൈറ്റും കറക്റ്റ് നോക്കി ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഷോൾഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടതെന്ന്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാസ് കൂട്ടുന്ന ഭാഗത്തേക്ക് കൺട്രോൾ തിരിക്കുമ്പോൾ ബാസ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറഞ്ഞ സ്ഥലത്തേക്ക് തിരിക്കുമ്പോൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അത് വയറുകൾ തമ്മിൽ ലെഫ്റ്റ് വയറും റൈറ്റ് വയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ആ കൺട്രോൾ സോൾഡർ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വയർ നിങ്ങൾക്ക് 3 വയറാണ് ഇതിൽ കാണുന്നത്. ബാസ് കൺട്രോളിനും ട്രിപ്പിൾ കൺട്രോളിനും 3 വയറിനും, ഓരോ ചാനലിലും ബാസ് കൺട്രോളിന് 3 വയർ, ട്രിപ്പിൾ കൺട്രോളിനും 3 വയറാണ് വരുന്നത്. അങ്ങനെ മൊത്തം ബാസ് കൺട്രോളും ട്രിപ്പിൾ കൺട്രോളും 6 വയർ വരുന്നുണ്ട്. ഒരു ചാനലിന് 6 വയറും മറ്റേ ചാനലിന് 6 വയറും, ടോട്ടൽ 12 വയറാണ് വരുന്നത് ഒരു സ്റ്റീരിയോ ബോർഡിന് ബാസ് ട്രിപ്പിൾ കൺട്രോളിലേക്ക് സോൾഡർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് മാറിപ്പോയാൽ നമ്മൾ കൂട്ടുന്ന ഭാഗത്തേക്ക് കുറയാനും കുറയുന്ന ഭാഗത്തേക്ക് കൂടാനും സാധ്യതയുണ്ട് ബാസിൻ്റെ കൺട്രോളും ട്രിപ്പിളിൻ്റെ കൺട്രോളും തിരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ബോർഡിലേക്കുള്ള സപ്ലൈയും USB ബോർഡ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സോങ് പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ ബാസ് കൺട്രോളിലേക്ക് വയർ ആദ്യം ഒരു ചാനലിൻ്റെ വയർ സോൾഡർ ചെയ്ത് നോക്കുക. നമ്മൾ കറക്റ്റ് കൺട്രോൾ തിരിക്കുന്ന ഭാഗത്തേക്ക്, അതായത് കൂട്ടുന്ന ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ തന്നെ ബാസ് കൂടി വരുത് എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ ആ വയർ ഫിക്സ് ചെയ്യുക. അല്ല കുറയ്ക്കുന്ന ഭാഗത്തേക്കാണ് കൂടി വരുന്നത് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ വയർ ഒന്ന് ഡിസോൾഡർ ചെയ്ത് ലെഫ്റ്റ് സൈഡ് കൊടുത്ത വയർ റൈറ്റ് സൈഡിൻ്റെ പിന്നിലേക്കും റൈറ്റ് സൈഡിൻ്റെ പിന്നിൽ കൊടുത്ത വയർ ലെഫ്റ്റ് സൈഡിൻ്റെ പിന്നിലേക്കും സോൾഡർ ചെയ്താൽ ഈ പ്രശ്നം അവിടെ സോൾവ് ആവും. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം.
ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ.